പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ലഞ്ചിന് ഒരു ഫിഷ് വെച്ചിട്ടുള്ളൊരു ഫിഷ് മപ്പാസ് ഉണ്ടാക്കാവുന്നതുകൊണ്ടാണേ. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള ഫിഷൊക്കെ മേടിച്ച് നമുക്ക് വരാം. ഇത് ഗൈസ് നമ്മൾ രോഹു മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് അതേ ഒരു കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളത് കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ മീൻ മപ്പാസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണാം. ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. പിന്നെ സവോളയ്ക്ക് വരെ നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മപ്പാസിന് വേണ്ടിയിട്ടുള്ള തേങ്ങായ ഇതൊരു അരമുറി തേങ്ങയുടെ പകുതി ചിരണ്ടിയതാണ്. പിന്നെ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടിയത് മല്ലിപ്പൊടിയാണ്. ഇത് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയും കൂടി ആഡ് ചെയ്യും, അല്ലാത്ത പുളിയും കൂടി ആഡ് ചെയ്യാവേ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടിയത്. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പം നമ്മുടെ ഇത് മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ മൺചട്ടി വെക്കുന്ന ടേസ്റ്റ് നമ്മൾ വേറെ ഏത് ചട്ടി വെച്ചാലും മീൻ കറി വെക്കുന്ന പ്രത്യേകിച്ച് കിട്ടത്തില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് മൺചട്ടി നന്നായിട്ട് ചൂടായി. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി എണ്ണ വേണ്ട കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇടാം. കുറച്ച് കടുക് മതി കേട്ടോ. പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്യാം. രണ്ടും നന്നായിട്ട് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകൊക്കെ പൊട്ടി. നമുക്ക് ഇതിനകത്തേക്ക് സവോള അരിഞ്ഞ് വെച്ചേക്കുന്ന ആഡ് ചെയ്യാം. സവോള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. സവോള മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ഈ സവോള ഒന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ആ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഫുൾ ആഡ് ചെയ്യേണ്ടതാണേ, കുറച്ച് നമുക്ക് ആവശ്യം. പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാവേ. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 കരിവേപ്പില ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളേ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാവേ. ഇനി അധിക നേരം വേണ്ട. ഇതിന്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയാൽ മതിയേ. നമുക്കിത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും തക്കാളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങായും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അരച്ച ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ.
കണ്ടോ, നല്ല ഫൈനായിട്ട്, അധികം വെള്ളമില്ലാതെ ഇങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അധികം വെള്ളം വേണ്ട കേട്ടോ. ജസ്റ്റ് ആ തേങ്ങ അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതിയേ. നമുക്കിനി തേങ്ങയുടെ ഈ പച്ചമണം ഒന്ന് നമ്മുടെ പൊടികളുടെയും ഒന്ന് പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അതായത് ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇത് മാറി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നിടം വരെ നമുക്ക് ഇളക്കി വെച്ചിരിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാവേ. ഈ അരപ്പ് മൂക്കുന്നതിലാണ് നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അരപ്പ് എന്തെങ്കിലും നന്നായിട്ട് മൂക്കുന്നോ അപ്പോഴാണ് നമ്മുടെ ആ കറിക്ക് ടേസ്റ്റ് വരുള്ളേ. നമ്മൾ ഈ മൺചട്ടിയിൽ നമ്മൾ അടുപ്പയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ വേറെ എങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടുമല്ലോ കേട്ടോ. ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതുണ്ട്, വെള്ളമില്ലാതെ അരപ്പ് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്നുണ്ടോ വിട്ട് നിൽക്കുന്നേ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ ഉപ്പ് നീര എടുക്കുന്നേ. ഉപ്പ് പൊടി യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു കുടംപുളി എടുക്കുന്നുള്ളേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ കുടംപുളി ആയിട്ട് നല്ല പുളിയുണ്ട്. അപ്പം നിങ്ങളിൽ ഇരിക്കുന്ന പുളിയുടെ ഇങ്ങനെ പുളി നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്തോണേ. നമ്മൾ വെള്ളത്തിൽ കലക്കാതെ ഇങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ അരപ്പിനകത്തേക്ക് തന്നെ ആ പുളി ഇറങ്ങിക്കോട്ടെ എന്നുണ്ടാവും കേട്ടോ. നമ്മൾ മപ്പാസായതുകൊണ്ട് വലിയ ഒത്തിരി വെള്ളം വേണ്ട, നല്ല കുറുകിയിരിക്കുന്ന അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഈ ഒരു ടൈമിൽ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. ഒത്തിരി തീ നമുക്ക് ആവശ്യമില്ലേ. നമ്മുടെ അരപ്പ് അടി പിടിക്കും. നമുക്കൊന്ന് ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഫിഷ് മീൻ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി വേണ്ട, ഒരു കുറച്ച് മാത്രം. നമ്മളെ മീനൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം ഈ ഒരു പരുവം മതിയേ. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ദശയുള്ള മീനാട്ടോ രൂപവും. നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും പറ്റുന്ന മീനാണ്. നല്ല രുചിയുള്ള മീനാണേ. നമുക്കൊന്നത് ജസ്റ്റ് ഈ അരപ്പിനകത്തേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാവേ. പുളിയും ഉപ്പും എല്ലാം ഒന്ന് മീനിലേക്ക് കയറി പിടിച്ചോട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഉപ്പോ വെള്ളമൊക്കെ വേണം നമുക്ക് നോക്കാം കേട്ടോ. ഇച്ചിരി നേരത്തേക്കൊന്ന് നമുക്ക് മൂടി വെക്കാം.
അരപ്പിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം തീ നന്നായിട്ട് കൂട്ടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ഇത് തിളച്ച് ഈ ഫിഷിനകത്തേക്ക് ഉപ്പും പൊടിയൊക്കെ പിടിക്കുള്ളേ. തീ നന്നായിട്ട് കൂട്ടി വെച്ച് മൂടി വെക്കാം. നമുക്ക് നമ്മുടെ മീൻ തുറന്ന് നോക്കാവേ. നന്നായിട്ട് തിള വരുന്നുണ്ട്. ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ മാറ്റി വെച്ചില്ലായിരുന്നോ, അത് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. നമ്മള് മുളക് കുറച്ചായിരുന്നു ഇട്ടിരുന്നേ, അതുകൊണ്ട് കുരുമുളക് പൊടി ഓൾറെഡി ഇടണം. പിന്നെ നമ്മൾ മുളക് കുറച്ച് ഇട്ടിരുന്നതുകൊണ്ട് എരിവ് കുറച്ച് മതിയായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം ഇട്ടോ കേട്ടോ. നമുക്കിത് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി നമ്മൾ കുത്തി ഇളക്കല്ലേ. കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീൻ മുഴുവനും പൊടിഞ്ഞു പോകും. ഈ ഒരു ടൈമില് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നോക്കി അവരവരുടെ ഉപ്പൊക്കെ പലർക്കും പല ഇതാണല്ലോ. നമ്മുടെ അത്യാവശ്യം വേവായി, അധികം നേരം വേണ്ട കേട്ടോ. അവനവന്റെ കണക്കിനുള്ള ഉപ്പും എരിവും ഒക്കെയാണോ, പുളിയൊക്കെ ഒക്കെയാണോ. നമ്മുടെ മീൻ മപ്പാസിന് നമ്മൾ മറ്റേ അല്ലാതെ മീൻ മുളക് ഇട്ട് വെക്കുന്ന നമുക്ക് അത്രയും പുളി വേണ്ട, എങ്കിൽ അത്യാവശ്യം നല്ല പുളി വേണം താനും കേട്ടോ. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാമേ. നമ്മുടെ മീന് ഉടുമ്പ് മണം വരാതിരിക്കാനും ഒരു ഉടുമ്പിന്റെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴേ ഇച്ചിരി ഉപ്പും വിനാഗിരി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് വെക്കുവാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് മണവും, ചില മീനൊക്കെ ഉണ്ടല്ലോ നമ്മൾ കറി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഉളുമ്പ് ടേസ്റ്റ് വരും. നമ്മൾ കഴിക്കാനൊക്കെ എടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ഇത് വരാതെ നമുക്ക് എളുപ്പമുണ്ടേ. നമ്മൾ മീൻ കഴുകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഇച്ചിരി വിനാഗിരി, ഉപ്പ് നീരോ എന്തേലും കുറച്ച് വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കഴുകി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ മൂടെ ഒന്ന് തുറന്നു നോക്കാവേ. നല്ല നമ്മുടെ ആ ഗ്രേവിക്കകത്ത് കിടന്ന മീൻ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതകത്ത് ഈ ഒരു വെള്ളത്തിന്റെ ആ ഒരു പരുവം മതി. അധികം കുറുകിയും വേണ്ട, എങ്കിൽ അധികം ലൂസും ആകാതെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഓപ്ഷനിലാണ്, വേണ്ടുന്നവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മൂപ്പിച്ചായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കണ്ട, ഒന്ന് അടി പിടിക്കാതെ ഒന്ന് ഇങ്ങോടയാതെ പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയേ. കണ്ടോ, എണ്ണയും കരിവേപ്പില എല്ലാം കൂടെ മുകളിൽ നിന്ന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേനും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ മപ്പാസ് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.